നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയൽ രാജ്യക്കാരുടെ തടവില് ഏകാന്തതയിൽ ഞാൻ കിടന്നപ്പോ കരുതിയത് അതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്നെ കാത്തിരുന്നത് അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ്. അയാളെ അങ്കിളിന് പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ. എന്താ മോളെ? ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ ഒന്നുമില്ല. അത് കുഴപ്പമില്ല സാർ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ശബ്ദം അത് തന്നെയാ. എന്താ ഇപ്പൊ ഇങ്ങനെ? അങ്കിൾ, എന്തേ കാണിക്കുന്നേ? സോറി മോളെ, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചവനാ ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്കിൾ, ഞാൻ എന്ത് പ്രതീക്ഷയിലാണ് ഇനി ജീവിക്കേണ്ടത്? എന്റെ സുജാത, എന്റെ മക്കൾ അവരെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അങ്കിൾ ഇങ്ങനെ മനസ്സ് തകർന്ന് സംസാരിക്കരുത്. അവര് എവിടെയെങ്കിലും ഉണ്ടാവും. തൽക്കാലം നമ്മുടെ കണ്ണെത്താത്ത ദൂരത്ത് എവിടെയെങ്കിലും നമുക്ക് അവരെ കണ്ടുപിടിക്കാം. അങ്കിളിന് സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം ദൈവം കാണാതിരിക്കോ? ദൈവം കൂട്ടിച്ചേർക്കാതിരിക്കോ? ദൈവത്തെക്കുറിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സുജാതയാണ്. ഏത് കാര്യത്തിന്റെയും അവസാനം അവള് പറയുന്നൊരു വാക്കുണ്ട്, എല്ലാം ഞാൻ ദൈവത്തിൽ അർപ്പിച്ചു രഘുവേട്ടൻ. ആ ദൈവം എവിടെ? അയൽ രാജ്യക്കാരുടെ തടവില് ഏകാന്തതയിൽ ഞാൻ കിടന്നപ്പോ കരുതിയത് അതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്നെ കാത്തിരുന്നത് അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ്. മോളെ, ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് നമ്മുടെ ചിറക. നല്ല ബലത്തിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? നമ്മൾ ആകാശത്തേക്ക് പറക്കാൻ, ലോകം മുഴുവനും കണ്ടു നടക്കാൻ. പക്ഷേ ആ ചിറകിന് എന്തെങ്കിലും പറ്റിയ പിന്നെതാ ഇതുപോലെ എഴുന്നേക്കാനോ നിൽക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഒരു മാംസപ്പിണ്ടായി പോകും മനുഷ്യൻ. അങ്കിൾ, പ്ലീസ് ഇനി മദ്യപിക്കരുത്. അങ്കിളിന്റെ ഉള്ളിലെ കത്തലൊന്ന് അടങ്ങട്ടെ സാറാ. ബോധമൊന്നും മറയണ്ടേ? അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും.
അതിഥിയായി പിടിച്ചു നിർത്തിയിട്ട് അവസാനം ഞാൻ സാറുമോൾക്കൊരു ഭാരമാവൂ. അങ്ങനെയൊന്നും പറയരുത് അങ്കിൾ. ജീവനെയും ജ്യോതിയും പോലെ തന്നെയാണ് അങ്കിൾ ആന്റിയെ കണ്ടിട്ടുള്ളതും പരിഗണിച്ചതും. എനിക്കും തിരിച്ചങ്ങനെ തന്നെയാണ്. അങ്കിളിന്റെ സങ്കടത്തിന് ഒരു സൊല്യൂഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അങ്കിളിന്റെ കൂടെയുണ്ട്. താങ്ക് യു മോളെ. ഞാൻ ഒന്ന് പുറത്തു പോവാ. അത് വേണോ അങ്കിൾ? വേണം. പുറത്തിറങ്ങി കുറച്ച് നടന്നു കഴിയുമ്പോൾ കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നും. എന്നിട്ട് തിരിച്ചെത്തുമ്പോ തളർന്ന് കുറച്ചു നേരം കിടക്കാം. അപ്പോ കണ്ണുകളിൽ ഉറക്കം തൂങ്ങും. അപ്പൊ നല്ല ഉറക്കം കിട്ടും. ഞാൻ പോയിട്ട് വരാം മോളെ. പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം കേട്ടോ മോളെ. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ദുരിതങ്ങളോടും നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി നിന്നാലേ ഒരാളുടെയും മനസ്സ് നേരെ നിൽക്കില്ല. എന്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി കുട്ടി. പോയിട്ട് വരാം. സുജാതെ, താനിത് എവിടെയായിരുന്നോ? എന്നെ തനിച്ചാക്കി പോവാൻ തനിക്ക് എങ്ങനെയാടോ പറ്റിയത്? നമ്മുടെ മക്കളെവിടെ? എനിക്ക് അവരെ കാണണം. നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് പോവാം. സുജാതെ, എടോ, ഞാൻ തന്നെ വിളിക്കാത്തതിൽ തനിക്ക് പരിഭവമായിരുന്നു. ഞാൻ പെട്ടുപോയതാടോ. തന്റെ രഘുവേട്ടൻ തടവുകാരനായി പോയടോ. എടോ, അവിടെ നിന്നും സ്വതന്ത്രമായിട്ട് ഞാൻ ആദ്യം വന്ന് തന്നെ കാണാൻ വേണ്ടിയാ. എടോ സുജാതെ, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. അല്ലെങ്കിൽ താൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക. എന്റെ മനസ്സ് ചുട്ടു പൊള്ളുവാടോ. അതൊന്ന് തണുപ്പിക്കാൻ തന്റെ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റൂ. സുജാതെ, താനല്ലാതെ എനിക്ക് വേറെ ആരാടോ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.